അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ. അപ്പോൾ നമ്മളിന്നിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പൂരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇതേപോലെ നല്ല ഫ്ലഫി ആയിട്ട് എണ്ണ കുടിക്കാതെ നമുക്ക് പൂരി റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അതേപോലെ തന്നെ ഇപ്പോഴും ഒട്ടുമിക്ക പേരുടെ ഒരു പ്രശ്നമാണ് പൂരി റെഡിയാക്കി എടുക്കുമ്പോൾ ഇതേപോലെ ഫ്ലഫിയായി വരാറില്ല, എണ്ണ കുടിക്കാറാണ് പതിവ് എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ടിപ്പും കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പൂരി റെഡിയാക്കി എടുക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഇവിടെ ഒരു പൂരി മസാലയും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ കാണിച്ചിട്ടില്ല, അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ കാണിക്കാതിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പൂരി റെഡിയാക്കി എടുക്കാമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 250 ml കപ്പിൽ 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിയൊക്കെ നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ളതാട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. മൈദപ്പൊടി നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ളതാട്ടോ. 1/4 കപ്പ് റവ, 1/4 കപ്പ് റവ. റോസ്റ്റഡ് റവ ആയാലും വറുക്കാത്ത റവ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര. പഞ്ചസാര നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇതാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടോ. അതെല്ലാം നിങ്ങൾക്ക് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും കുഴച്ചെടുക്കാം, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാനിതാ ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഒത്തിരി വെള്ളം കൂട്ടി കുഴക്കരുത് കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് നല്ല ടൈറ്റായിട്ടുള്ളൊരു ഡോ ആക്കി എടുക്കണം. ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചെടുക്കണ്ട. അല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇത്രയും മതി. ഇനി നമുക്കിത് കുഴച്ച് നല്ല പോലെ നമുക്കൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു നനവിൽ വേണം നമ്മൾ കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ എണ്ണയിലിട്ടിട്ട് നമ്മുടെ പൂരി വറുത്തെടുക്കുമ്പോൾ പൊള്ളച്ച് വരെയില്ല, എണ്ണ നല്ല പോലെ കുടിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ഞാനിത് കൈ വെച്ച് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഞാനിതാ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് കയ്യിൽ ഒട്ടിപ്പിടിക്കും വിധത്തിൽ നമ്മൾ പൂരിക്ക് മാവ് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലേക്ക് ഇട്ടെടുക്കുമ്പോൾ നല്ല പോലെ എണ്ണ കുടിക്കുകയും ചെയ്യും. ബൗളിലേക്ക് തന്നെ നമുക്കിതൊന്ന് വെച്ച് ഒരല്പം എണ്ണ ഇതിൻ്റെ മീതെ ഒന്ന് തൂത്ത് കൊടുക്കുക. ഇനി നമ്മൾ നമ്മുടെ പൂരിയിലേക്കുള്ള ബാജി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 2 തക്കാളി, 2 സവോള, ഒരു 6-7 പച്ചമുളക്, 2 ക്യാരറ്റ്, ഇത്ര എടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല പോലെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കറിലൊന്ന് ഒരു 3 വിസിൽ വരെ റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇനി ഇത് ഒരു 3 വിസിൽ വരെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 10 പ്രസ്സിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഞാനിപ്പോൾ ഇതേപോലെ ഒരു ടിഷ്യൂ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതേപോലെ നമ്മൾ പ്രസ്സിലൊരൽപ്പം എണ്ണ ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഇതേപോലെ നമുക്ക് ഒരു പ്ലേറ്റിലേക്കൊന്ന് പരത്തി വെക്കാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ചങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് വലുപ്പത്തിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് തവി വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു വലുപ്പത്തിലുള്ള പൂരിയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഒട്ടും എണ്ണ കുടിക്കുന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. നല്ല ചൂടായിരിക്കണം, അപ്പോഴാണ് നമുക്ക് നല്ല വീർത്ത് വന്നിട്ടുള്ള പൂരി നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. കണ്ടില്ലേ, നമ്മൾ പൂരി റെഡിയാക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വളരെ കുറവാക്കിയിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഒരുപാട് വെള്ളം കൂട്ടിയെടുക്കുമ്പോൾ നമ്മുടെ മാവ് എണ്ണ കുടിച്ചു പോകും. എല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പൂരി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള മാവ് മുഴുവനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത്രയും സമയം ഞാനിത് പുറത്താണ് വെച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും, നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നമ്മുടെ പൂരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റവ ചേർത്താലുള്ള ഒരു പ്രത്യേകതയാണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കാവുന്ന ആ ഒരു രീതിയിലാണ് നമ്മളിന്നിവിടെ ഒരു പൂരി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.